ആയിട്ട് തന്നെ ലെഗ് വർക്കൗട്ട് എല്ലാം ചെയ്ത് അടിച്ച് പൊട്ടിച്ച ശേഷം നേരെ പോയി ഒരു ഫുൾ കോഴി കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഇനി പോകുന്നവർക്ക് മാത്രമേ ആ ഫീല് മനസ്സിലാവത്തുള്ളൂ. ഓഫ് ആയതുകൊണ്ട് ജോലിക്ക് ഉണ്ട്, അതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഓളിലെ മിനറൽ വാട്ടർ തീർന്നു നേരെ നമ്മൾ കാലുകുപ്പി എടുത്തോണ്ട് താഴെ പോയി. നമ്മുടെ റൂം നമ്പർ താഴെ പോയി പറഞ്ഞപ്പോൾ നമുക്കൊരു താക്കോല് വന്നു. പിന്നെ നേരെ പോയി ഒരു ബോട്ടിൽ എടുത്തിട്ട് നേരെ റൂമിൽ പോയി. അധികം തുണി കഴുകിയിടാളോട് നേരെ തുണിയും കഴുകിയിട്ട് ഉണക്കായിട്ട് ശേഷം നേരെ നമ്മൾ രാവിലത്തെ മീൽ ഉണ്ടാക്കാൻ കിച്ചണിൽ. രാവിലെ ഹെവി ആയിട്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ലെഗ് വർക്കൗട്ട് ആണ്. നമുക്ക് കഴുകിയിട്ട തുണികളെല്ലാം അരമണിക്കൂർ കൊണ്ട് ഉണങ്ങി. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മളെ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചൊന്ന് സെറ്റ് ആയി. റൂമിലെ റൂംമേറ്റ്സ് അധികം റൂം ക്ലീൻ ആക്കാത്തതുകൊണ്ട് പിന്നെ ഞാനുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് പണിയെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ജിമ്മിക്ക് 5 വർക്കൗട്ട് ലെഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൾഗറിയൻ സ്പ്ലിറ്റും ലെഗ് എക്സ്റ്റൻഷനും ലഞ്ചസും എല്ലാം ചെയ്യുന്ന 5 വർക്കൗട്ട്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല പെയിൻ നമുക്ക് ഫീൽ ആവും. സെറ്റിന് കുറച്ചധികം റെസ്റ്റ് കൊടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു 2.5 മണിക്കൂർ കൊണ്ട് വർക്കൗട്ടെല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ ഫുഡ് അടിക്കാൻ നേരെ കടയിലോട്ട് പോയി. ഇതുകൊണ്ട് തന്നെ ഒരു ഫുൾ കോഴി ഓർഡർ ചെയ്തു. ആയിട്ടുള്ള വർക്കൗട്ടെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോഴി അത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ അത് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവും. കഴിച്ചുകൊണ്ട് തന്നെ നേരെ നമ്മൾ മാർക്കറ്റിലോട്ട് പോയി. പഴവും പാലയും നാളത്തേക്കില്ല, അതുകൊണ്ട് നേരെ അത് പോയി മേടിക്കാൻ പോയി. എന്റെ സാധനങ്ങളെല്ലാം എടുത്ത ശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇറങ്ങി. ഒരു ഡ്രിങ്ക് വാങ്ങിച്ചാൽ ഇതിൽ നോ ആഡഡ് ഷുഗർ എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതും കുടിച്ച് നേരെ ഫ്ലാറ്റിലെത്തി നേരെ കിടന്ന് ഉറങ്ങി. ഓക്കെ ബൈ.